പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം. എന്താ കാരണം? ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ തന്നെ പുറത്തുവിടുന്ന ഏക മൃഗമാണ് പശു. പറയുന്നത് ഏതെങ്കിലും RSS പ്രമുഖോ VHP നേതാവോ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ വാക്കുകളാണിത്. അതെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ വിദ്വേഷ പരാമർശം നടത്തി ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന അതേ ജഡ്ജി തന്നെ. പശു, ഭഗവത്ഗീത, ഗംഗ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഈ ജഡ്ജിക്ക് സ്വന്തം പേരിൽ വിവാദ പ്രസ്താവനകളുണ്ട്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും ബഹുമാനിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് 2021 കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട ജഡ്ജി കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശേഖർ യാദവിന്റെ ഏറ്റവും പുതിയ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ത്യ പ്രവർത്തിക്കേണ്ടതെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇത്തവണത്തെ വാദം. പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഒരു സമുദായത്തിലെ കുട്ടികൾ കരുണയും അഹിംസയും ഒക്കെ പഠിക്കുമ്പോൾ മറ്റൊരു സമുദായം കുട്ടികളുടെ മുന്നിലിട്ട് മൃഗങ്ങളെ കൊല്ലുന്നെന്നും അവരെങ്ങനെ സഹതാപവും കരുണയുമുള്ളവരായി വളരുമെന്നുമായിരുന്നു ഈ ജഡ്ജിയുടെ ആശങ്ക. ഏക സിവിൽ കോഡ് കാലത്തിന്റെ അനിവാര്യതയാണെന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. എന്തായാലും പ്രസംഗം രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ ശേഖർ കുമാറിനോട് നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിച്ച ജഡ്ജി തന്റെ പരിധി മറികടന്നെന്ന് ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷവും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ക്രമക്കേടുകളോ ഗുരുതര വീഴ്ചകളോ തെളിയിക്കപ്പെട്ടാൽ ജഡ്ജിമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന നിയമ നടപടിയാണ് ഇംപീച്ച്മെന്റ്. ഇത് നടപ്പിലാക്കണമെങ്കിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും 2/3 ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണം. എന്നാൽ ഇതുപോലെ വിവാദ പ്രസ്താവനകൾ നടത്തി വാർത്തയിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ ജഡ്ജിയാണോ ശേഖർ യാദവ്? അല്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരെ തികച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉന്നയിച്ചും ആധികാരികമായി വിഡ്ഢിത്തം വിളമ്പിയുമൊക്കെ വിവാദമുണ്ടാക്കിയിട്ടുണ്ട് പല ഇന്ത്യൻ ജഡ്ജിമാരും. പലരും ഇംപീച്ച്മെന്റിനുള്ള നീക്കങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് V രാമസ്വാമിയാണ്. 1991 രാമസ്വാമിയെ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇംപീച്ച്മെന്റിന് തുടക്കം കുറിച്ചത്. അഴിമതി ആരോപണത്തിലായിരുന്നു നടപടി. എന്നാൽ പ്രമേയത്തിന് വേണ്ട ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ഇംപീച്ച്മെന്റ് നീക്കം ഫലം കണ്ടില്ല. കൊൽക്കത്ത ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന സൗമിത്ര സെന്നിനെതിരെയും ഇംപീച്ച്മെന്റ് നീക്കമുണ്ടായിരുന്നു. അഴിമതി തന്നെയായിരുന്നു ഇവിടെയും ഉയർന്ന ആരോപണം. രാജ്യസഭയിൽ പാസായ പ്രമേയം ലോക്സഭയും പാസ്സാക്കുമെന്ന് കണ്ടതോടെ ഇദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു. അതോടെ നടപടിയും മരവിപ്പിച്ചു. പല കേസുകളിലും ക്രമക്കേടുകളും വഴിവിട്ട ഇടപെടലുകളും നടത്തിയെന്നാരോപിച്ചാണ് ആന്ധ്ര തെലങ്കാന ഹൈക്കോടതി ജഡ്ജിയായിരുന്ന CV നാഗാർജുന റെഡ്ഡിക്കെതിരെ ഇംപീച്ച്മെന്റ് നീക്കമുണ്ടായത്. ജൂനിയർ ജഡ്ജിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം സഭയിൽ അംഗീകരിക്കപ്പെട്ടില്ല. സംവരണത്തിനെതിരെ പരാമർശം നടത്തിയതിന് ഇംപീച്ച്മെന്റ് നീക്കമുണ്ടായ ചരിത്രവുമുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്ക്. സംവരണവും അഴിമതിയും രാജ്യത്തെ നശിപ്പിക്കുന്നെന്നായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന JB പർഡിവാലയുടെ വിവാദ പരാമർശം. ഒരു വിധിന്യായത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. വിധിയിൽ നിന്ന് പരാമർശം നീക്കിയതോടെ ഈ വിഷയം അവസാനിച്ചു. BJPയിൽ ചേർന്ന ഉടൻ തന്നെ വിവാദങ്ങളുടെ കെട്ടഴിച്ചുവിട്ട ഒരു മുൻ ജഡ്ജിയാണ് അഭിജിത് ഗംഗോപാധ്യായ്. കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജിയായ ഇദ്ദേഹം ജോലി രാജിവെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്ന ആദ്യ ന്യായാധിപൻ കൂടിയാണ്. BJPയിൽ ചേർന്നതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകളും ഒഴുകി. ഇതിൽ ഗോഡ്സെയെ പറ്റി പറഞ്ഞ പ്രസ്താവനയാണ് ഏറെ വിവാദമായത്. ഗാന്ധിയെയും ഗോഡ്സെയും നിർത്തി ഒരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തനിക്ക് സാധിക്കില്ല എന്നതായിരുന്നു ഇത്. ഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെയെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയാൻ തനിക്ക് ആകാംക്ഷയുണ്ടെന്ന് മറ്റൊരു പ്രസ്താവനയും. പിന്നാലെ ബംഗാളും കടന്നു അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം. തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ അന്ന് വലിയ രീതിയിൽ ഈ പ്രസ്താവനയ്ക്കെതിരെ വന്നിരുന്നു. മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശം മൂലവും ബ്ലാക്ക് ലിസ്റ്റിലാണ് ഗംഗോപാധ്യായ്. പീഡനക്കേസിൽ അതിജീവിതയായ പെൺകുട്ടിക്ക് പ്രതി രാഖി കെട്ടിക്കൊടുക്കണമെന്ന വിവാദ വിധി പ്രഖ്യാപിച്ചതും BJPയിൽ ചേർന്ന ഒരു ജഡ്ജിയാണ്. മധ്യപ്രദേശ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് രോഹിത് ആര്യ. രാഖി കെട്ടിയാൽ മതിയെന്ന നിബന്ധനയിൽ ഇദ്ദേഹം പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് അറസ്റ്റിലായ മുനവീർ ഫാറൂഖി, നളിൻ യാദവ് എന്നിവർക്ക് ജാമ്യം നിഷേധിച്ചതും രോഹിത് ആര്യയായിരുന്നു. കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് V ശ്രീശാനന്ദയാണ് വിവാദങ്ങളിൽ ഇടം പിടിച്ച മറ്റൊരു ജഡ്ജി. മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ പാകിസ്ഥാനാണെന്ന് ശ്രീശാനന്ദ അധിക്ഷേപിച്ചത് 2.5 മാസം മുൻപാണ്. വിവാദ പരാമർശം തെറ്റെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇദ്ദേഹം പിന്നീട് മാപ്പ് പറഞ്ഞ് ഈ വിവാദം അവസാനിപ്പിക്കുകയായിരുന്നു. മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കളങ്കം സൃഷ്ടിച്ച ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണ്. പക്ഷപാതപരമായും അധിക്ഷേപകരമായതുമായ വിധികൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇനിയുമുണ്ട്. സർക്കാരിൽ എല്ലാ പ്രതീക്ഷയും കൈവിട്ടാൽ ജനങ്ങൾക്ക് കോടതികളാണ് ആശ്രയമെന്ന വസ്തുത ഒരുപക്ഷെ ഇവർ മനഃപൂർവ്വം മറക്കുന്നതാവാം.
മതരാഷ്ട്രീയത്തിലൂന്നി പ്രവർത്തിക്കുന്ന കോടതികൾ ന്യൂനപക്ഷങ്ങൾക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കുമൊക്കെ എത്ര കണ്ട് നീതി ഉറപ്പാക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്. സ്വന്തം രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള വേദിയായി ന്യായാധിപന്മാർ കോടതികളെ മാറ്റുമ്പോൾ അവിടെ നീതിദേവതയുടെ കണ്ണു മൂടിക്കെട്ടപ്പെടുന്നു എന്നത് കാണാതെ പോകരുത്.